കുടുംബ കൂട്ടായ്മ യൂണിറ്റ് ഭാരവാഹികളെ, കുടുംബ കൂട്ടായ്മയുടെ പ്രാധാന്യവും ആവശ്യകതയും നമ്മെ ബോധ്യപ്പെടുത്താനായി, അതേക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി തരാനായി നമ്മോടിന്ന് സംസാരിക്കുന്നത് കുടുംബ കൂട്ടായ്മ കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ഹാൻസ് പുതിയാകുളങ്ങര അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് റെനി. അഭിനന്ദ പിതാവേ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യത്തെ ഈ പള്ളിയുടെ അത്യാവശ്യ സ്ഥലങ്ങളെക്കുറിച്ചൊന്ന് പറയട്ടെ. ടോയ്ലറ്റ് സൗകര്യം ഈ സൈഡിലൊന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പം ലെഫ്റ്റ് സൈഡിലും ടോയ്ലറ്റ് സൗകര്യ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. എക്സിറ്റ് ഡോർ മെയിനായിട്ട് ഇവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഹോളിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഹോൾ തൊട്ടടുത്താണ്. ഫുഡും സ്നാക്സും ടീയും ഒക്കെ എല്ലാം സെർവ് ചെയ്യുന്ന അവിടെയായിരിക്കും. ഇനി ഇടയ്ക്ക് ആരെങ്കിലും അടുത്ത് ബോറടിച്ച് ഒരു കട്ടൻ കാപ്പി കുടിക്കണമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് എപ്പോഴും എഴുന്നേറ്റ് പോകണം എന്നുള്ള അർത്ഥമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ബോറടിച്ച് കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യമാണതൊക്കെ. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരന്മാർ ഇവിടെ ഉണ്ട്, വോളണ്ടിയേഴ്സായിട്ടുണ്ട്. ദയവായിട്ട് അവരോട് ചോദിക്കുക. ദേ ആർ വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പോൾ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നമ്മൾ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. കുടുംബ കൂട്ടായ്മ നമുക്കറിയാവുന്ന പോലെ തന്നെ കുടുംബ കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ വന്നിരിക്കുകയാണ്. കുടുംബ കൂട്ടായ്മയുടെ പ്രാധാന്യം എന്താണെന്ന് അഭിനന്ദ പിതാവ് ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. സഭ സമൂഹമാണ്, കൂട്ടായ്മയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം കൂട്ടായ്മയായിരിക്കുന്ന പോലെ സഭയിലെ എല്ലാ വിശ്വാസികളും, സഭയിലെ അംഗങ്ങളായ എല്ലാവരും കൂട്ടായ്മയിലായിരിക്കണം. ആ കൂട്ടായ്മയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് കാണാം. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു ജനക്കൂട്ടം മാത്രമല്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇലക്ഷൻ സമയം, ഇന്ത്യയിലെല്ലായിടത്തും ഇലക്ഷൻ സമയം ആയതുകൊണ്ട് ഒരുപാട് കൂട്ടായ്മകൾ കാണാൻ പറ്റും, ആൾക്കൂട്ടങ്ങൾ കാണാൻ പറ്റും. അതൊരു കൂട്ടായ്മയെന്ന് പറയുകയില്ല, കാരണം പരസ്പരം അറിയുന്നവരായിരിക്കുകയില്ല. പക്ഷേ ഇടവക കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. കുടുംബ കൂട്ടായ്മ അത് നമ്മുടെ സീറോ മലബാർ സഭയുടെ അടിസ്ഥാന ഘടകമാണ്. നമ്മളിന്ന് കേൾക്കുകയുണ്ടായി, രണ്ടാമത്തെ കൗൺസിലിലെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് ഗാർഹിക സഭ എന്നാണ്. സഭയുടെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. ആ കുടുംബത്തെയാണ് ഗാർഹിക സഭ എന്ന് വിളിക്കുന്നത്. ആ ഗാർഹിക സഭകളുടെ കൂട്ടായ്മയാണ് നമ്മുടെ ഇടവക കൂട്ടായ്മ, അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മ. ആ കുടുംബ കൂട്ടായ്മ കൂടുന്നതാണ് ഇടവകയായി മാറുന്നത്. നമുക്ക് എഴുതാനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം കൂടെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇതൊരു വൺ വേ ട്രാഫിക് അല്ല കേട്ടോ. നമ്മളിത് ഇൻട്രാക്ഷനോട് കൂടി പോകുന്നതാണ്. ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കും നമ്മുടെ ക്ലാസ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് കൈ കൊടുത്തിയാൽ മതി, അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, ഞാൻ പറയുന്നത് നമുക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ടല്ലല്ലോ, നമ്മൾ പരസ്പരം ഷെയർ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അത് കൂട്ടിച്ചേർക്കാം. അതിനുശേഷം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരുന്ന എപ്പോഴാണ് ചോദിച്ചാൽ നമുക്ക് ഈ ക്ലാസ്സിന് ശേഷം ഗ്രൂപ്പ് തിരിഞ്ഞ് ഡിസ്കഷനുണ്ട്. അപ്പോൾ കുറേ ക്വസ്റ്റ്യനുണ്ട്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെ കൂടെ ചർച്ച ഉണ്ടാകും. അതിനുശേഷം ആ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കാം. അപ്പോൾ അതിനുശേഷം കൂടുതൽ ചോദ്യങ്ങൾ വരുമായിരിക്കും നല്ലത്. കാരണം നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും പോയിൻറ്റ്സും നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുമല്ലോ. ബാഗിലിരിക്കുന്നത് കാണാമെന്ന് വിചാരിക്കുകയാണ്. കാണാമോ? ഇല്ലെങ്കിൽ ഒന്ന് കൈ പൊക്കണം കേട്ടോ. ആർക്കെങ്കിലും കേൾക്കാതെയോ കാണാതെയോ ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ മതി. അപ്പോൾ അത് എൻ്റെ അടയാളം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. പരസ്പരം അറിയുക, പരസ്പരം സഹകരിക്കുക, പരസ്പരം സ്നേഹിക്കുക, അംഗീകരിക്കുക. അത് ഹെൽപ്പ് ഈച്ച് അതർ. ഇത് നമ്മുടെ കൂട്ടായ്മയുടെ വലിയ ശക്തിയാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മ നമ്മുടെ ഇടവകയെ ശക്തിപ്പെടുത്തുന്ന ഓരോ കൂട്ടായ്മകളുടെ ആ സ്നേഹത്തിൽ, സഹകരണത്തിൽ സജീവമായ പങ്കാളിത്തം വരുമ്പോഴാണ്. പലപ്പോഴും നമ്മളിപ്പോൾ ഓർക്കണം, പല ഇടവുകൾ ചേർന്നാണ് രൂപത, പല കുടുംബ കൂട്ടായ്മകൾ ചേർന്നാണ് ഇടവക, പല കുടുംബങ്ങൾ ചേർന്നാണ് ഒരു കുടുംബ കൂട്ടായ്മ. അപ്പോൾ ഇത് പിതാവ് പറയുകയുണ്ടായി, 12-15 ഫാമിലീസ് അല്ലെങ്കിൽ
8 മുതൽ 12 വരെ ഫാമിലീസാണ് ഒരു കൂട്ടായ്മ വരുന്നത്. നമ്മൾ പിന്നീട് കാണുന്നതാണ്. പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ കുടുംബ കൂട്ടായ്മകൾ എപ്രകാരം സജീവമാക്കാം, എന്താണ് അതിൻ്റെ ഘടന എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് പല അച്ഛന്മാർ വന്നതോടുകൂടി പല മിഷൻസ് ഫോം ചെയ്തു, അല്ലെങ്കിൽ പ്രപ്പോസ് മിഷൻസായി. കുടുംബ കൂട്ടായ്മ സജീവമാകണം. പലരും പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ട് എന്താണ് ഈ കുടുംബ കൂട്ടായ്മ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഒരു വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് കുടുംബ കൂട്ടായ്മ. ദേ നോ ഈച്ച് അതർ, അല്ല ദേ ഹാവ് ടു നോ ഈച്ച് അതർ. അതാണ് ലവ് ഈച്ച് അതർ, അക്സെപ്റ്റ് ഈച്ച് അതർ. അംഗീകരിക്കണം പരസ്പരം. കാരണം കുറവുകളും പോരായ്മകളും എല്ലാം ഉണ്ട്. സഭയിലെ അംഗങ്ങളെല്ലാം ആണ് നമ്മളെല്ലാവരും. പിതാവ് ദൈവത്തിൻ്റെ മക്കളാണെന്ന രീതിയിൽ മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, സപ്പോർട്ട് ഈച്ച് അതർ. ഇത്രയാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ആ ബേസിക് പ്രിൻസിപ്പിളാണ് നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ കുടുംബ കൂട്ടായ്മകൾ? നമ്മളെപ്പോഴും പറയും കുടുംബ കൂട്ടായ്മ വേണം എന്ന് പറയും. പക്ഷേ എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കൊന്ന് കാണാം. കാരണം ആദിമ ക്രൈസ്തവ സഭയിലെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സഭയെ, എക്ലേസിയ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക എന്നുള്ളതാണ്. മലയാളം ബൈബിളും കൂടി കൊണ്ടുവരാൻ കാര്യം ഇതാണ്. ഇന്നലെ എല്ലാം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ആരോ കണ്ട് പറഞ്ഞു, എല്ലാം ഇംഗ്ലീഷ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ അറിയാമായിരുന്നു, നിങ്ങൾ എവിടെ ഇരിക്കേണ്ട ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉള്ള ഭാഗങ്ങൾ മലയാളത്തിൽ തന്നെ പറഞ്ഞു പോകാമെന്ന് തോന്നിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ നടപടി പുസ്തകം 2-ാം അധ്യായം 42-47 വാക്യത്തിൽ കാണുന്നത് എന്താണ്? അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. 45 പറയുന്നു, അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ചൈതന്യം നമുക്ക് നൽകുന്ന ബൈബിളിൽ നിന്നുള്ള ഭാഗം. ആദിമസഭയുടെ ആ ചൈതന്യം നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം അറിയുന്നു, പരസ്പരം പങ്കുവെക്കുന്നു, സ്നേഹിച്ച് അംഗീകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളെ നമ്മുടെ ആത്മീയതയെ വളർത്താൻ വേണ്ടി സഹായിക്കണം. പ്രാർത്ഥനയൊന്നും ഇല്ല എങ്കിൽ ഇല്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ അവരെയൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ആത്മീയ ചൈതന്യത്തിൽ വളർത്തുവാൻ വേണ്ടി സജീവമായി ഉതകുന്ന ഒരു മേഖലയാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മ. അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും മെറ്റീരിയൽ വെൽബീയിങ്. നമ്മളെല്ലാം പ്രവാസികളാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഒരു ഇടവകയുടെ ഒരു സ്ട്രക്ചർ വെച്ച് നമ്മൾ മനസ്സിൽ കാണരുത്. പ്രവാസികളുടെ പ്രത്യേകത അറിയാമല്ലോ. അത് കേരളത്തിന് പുറത്ത് പോയി എവിടെയാണെങ്കിലും പ്രവാസികളെല്ലാം ഒരു ഫിനോമിന ഓൾമോസ്റ്റ് സിമിലറാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് അതാണ് മെച്ചെന്നോ അല്ലെങ്കിൽ അത് മറ്റുള്ളതിന് വ്യത്യസ്തമാണെന്നൊന്നുമില്ല. കാണണ്ട, എവിടെയാണെങ്കിലും നമ്മളുടെ മൈഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി, പ്രവാസികളായിട്ടുള്ള സമൂഹത്തിൻ്റെ പ്രത്യേകത ഒന്ന് തന്നെയാണ്, ഓൾമോസ്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ പരസ്പരം അറിയാത്തവരും അവിടെ സാഹചര്യമൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തവരെല്ലാവരും വരുന്ന സ്ഥലമാണല്ലോ. ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് ഈ പുതുതായിട്ട് വന്ന ആൾക്കാരിലൊക്കെ അല്ലെങ്കിൽ സ്റ്റുഡൻസായിട്ട് വന്നുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളുമുണ്ട് പല രീതിയിലും. അപ്പോൾ അവരെല്ലാം നമ്മോട് ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതെവിടെ സാധിക്കുന്നത്? കുടുംബ കൂട്ടായ്മകളാണ് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കുക. അപ്പോൾ അതുപോലെ അവരുടെ വെൽബീയിങ് നമ്മൾ നോക്കേണ്ടവരാണ്.
അങ്ങനെയാണ് നമ്മുടെ ഇടവകയെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കുന്നത്. ഈ കുടുംബ കൂട്ടായ്മ സജീവമാകുന്നതനുസരിച്ച് നമ്മുടെ ഇടവകകൾ അല്ലെങ്കിൽ മിഷൻസ് അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് മിഷൻസും അതുപോലെ സ്ട്രെങ്തൻ ആകുന്നു. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ഇത് ഫാമിലീസ് വിച്ച് ആർ ഐസൊലേറ്റഡ് ആൻഡ് ഏലിയനേറ്റഡ്, പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ഒരുപക്ഷെ കാണുന്നവർ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നില്ലായിരിക്കും. പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകുന്നത്. ഒരുപക്ഷെ പുതിയ സ്ഥലത്ത് വന്നു. ഈ കുറേ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞത് അദ്ദേഹം 2 വർഷത്തോളം ഇവിടെ UK-യിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ കത്തോലിക്ക പള്ളി കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അത് ഒരു കെയർ ഹോമിലാണ്. 2 പേരെ മലയാളികളുണ്ടായിരുന്നുള്ളൂ. ഒരാൾ ഹിന്ദു, ഒരാൾ ക്രിസ്ത്യാനി. അപ്പോൾ എവിടെയാണ് കത്തോലിക്ക പള്ളി ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടുന്നില്ല. പള്ളികൾ തേടിപ്പോയി. അത് ഏതൊക്കെ പള്ളിയാണെന്ന് അറിയില്ല. ഒരു പ്രാവശ്യം അത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണെന്ന് നമുക്ക് വിചാരിച്ചാൽ പോയത്. പക്ഷേ അതുമല്ല, എന്തോ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിൻ്റെ പള്ളിയാണെന്ന് പിന്നീട് അറിഞ്ഞു വന്നു. ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയാൻ കാര്യം തന്നെ, ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഇടവക തലത്തിൽ അല്ലെങ്കിൽ മിഷൻ തലത്തിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. കുടുംബ കൂട്ടായ്മ അത് ചെറിയൊരു യൂണിറ്റാണ്. അപ്പോൾ അവിടെ ആരെങ്കിലും പുതുതായിട്ട് താമസമുണ്ടോ എന്ന് അന്വേഷിക്കുവാനും കണ്ടുപിടിക്കുവാനും കുടുംബ കൂട്ടായ്മയ്ക്ക് തീർച്ചയായും സാധിക്കും. ഇടവക തലത്തിൽ ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അച്ഛൻ അറിയുന്നില്ല, കമ്മിറ്റിക്കാർ അറിയുന്നത് അവിടെ ഉണ്ടായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നു എന്നെല്ലാം പറയും. നമ്മൾ ആ ഒരു കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സഭയിലെ മക്കളാണ്, നമ്മുടെ സഹോദരനാണ്, സഹോദരിമാരാണെന്ന മനോഭാവത്തോടെ കണ്ടുപിടിക്കുവാനും നമ്മോട് ചേർത്ത് നിർത്തുവാനുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കുടുംബ കൂട്ടായ്മയൊക്കെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ പള്ളിയുമായി സഹകരിക്കാതെ അല്ലെങ്കിൽ പള്ളിയായിട്ട് ഉണ്ടെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ സഹകരിക്കുന്നത് കാരണം ജോലിയായിട്ട് ഇങ്ങനെ പോകുന്നു, പല ഇങ്ങനെ പോകുന്നു, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, നിങ്ങൾ ടാക്സി വിളിച്ച് വരണം, അതിപ്പോൾ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഫാമിലീസുണ്ട്. അപ്പോൾ അവരെല്ലാം അവരെ സഹകരിപ്പിച്ചുകൊണ്ട് പള്ളിയായിട്ട് അടുപ്പിക്കണം, അച്ഛനുമായിട്ട് എടുക്കണം. കാരണം അൾത്താര കേന്ദ്രിതമായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി വളരേണ്ടത്. എക്ലേസിയ ഫോർമേഷൻ അവിടെയാണല്ലോ. അൾത്താര കേന്ദ്രിതമായിട്ട്, ദേവാലയ കേന്ദ്രിതമായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും പറയും, ജോലി തിരക്ക് കാരണം ഞാൻ അവിടെ പോയി, ഞായറാഴ്ച വീട്ടിൽ കുർബാന പള്ളിയിൽ പോയി, എവിടെയാണ് പള്ളിയിൽ പോയി, ഇടവക പള്ളിയിലാണോ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അറിയുന്ന ആൾക്കാരുടെ അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കെല്ലാവർക്കും ഉണ്ട്. അവരറിഞ്ഞുകൊണ്ട് പോകുന്നതായിരിക്കില്ല. അപ്പോൾ നമ്മൾ അവരെ കൂട്ടി നിർത്തി നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട വലിയ ഉത്തരവാദിത്വം ഉണ്ട്. സുവിശേഷ വാല്യൂസ്, ഗോസ്പൽ വാല്യൂസ്, അത് പങ്കുവെക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് കുടുംബ കൂട്ടായ്മ വഴിയുണ്ട്. കാരണം കുടുംബ കൂട്ടായ്മ പ്രാർത്ഥന സമയത്ത് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ പല രീതികളിലൂടെ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് പിന്നീട് കാണുന്നതാണ്. അപ്പോൾ ഗോസ്പൽ വാല്യൂസിനെ നമ്മൾ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കുടുംബ കൂട്ടായ്മ തീർച്ചയായും ഉപകരിക്കേണ്ട അല്ലെങ്കിൽ ശക്തിപ്പെടുത്തേണ്ട ഒരു വേദിയാണ്. നമ്മളൊരു മിഷണറി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കുടുംബ കൂട്ടായ്മ പ്രൊമോട്ട്സ് മെമ്പേഴ്സ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് ഇൻ ക്രിസ്ത്യൻ സ്പിരിറ്റ് വിത്ത് ഓൾ അതർ പീപ്പിൾ, വർക്ക് ടുഗദർ ഫോർ സ്പിരിച്വൽ, എക്ലീസിയൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ പാരിഷേഴ്സ്. അവിടെ നമ്മൾ അവരുടെയാണ് ഇവിടെയാണ് ഒന്നുമില്ല, നമുക്ക് എല്ലാവരുടെയും കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിൽ അംഗങ്ങളാണല്ലോ നമ്മളെല്ലാവരും. ആ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്തോടെ സഹകരണത്തോടെ നമ്മൾ വർത്തിക്കേണ്ടതാണ്. അതിനവർ പള്ളിയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. കുടുംബ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നത് ഇതൊരു ഓർഗനൈസേഷനല്ല, ഒരു സംഘടനയല്ല. അതിലുപരിയായിട്ട് ഒരു ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലാണ്, ഒരു ക്രൈസ്തവ ജീവിത മാതൃകയാണ്. കൂട്ടായ്മയിലൂടെ വളരുക. നിങ്ങൾ കുറച്ച് പേരൊക്കെ അരുൺ കലമറ്റോ അച്ഛൻ ക്ലാസ് എടുത്തപ്പം പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ അത് ഈ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. കാരണം എന്നെ അത് ഒരുപാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ച കാര്യമാണ്. കൂട്ടായ്മയിലെ ഒറ്റപ്പെട്ടുള്ള ജീവിതം പലപ്പോഴും അദ്ദേഹം പറഞ്ഞ ഉദാഹരണം അതേപടി ഞാൻ പറയുകയാണിപ്പോൾ. കാരണം അതിന് കൂടി എക്സ്പ്ലനേഷൻ പോയിക്കുന്നില്ല. ഈ പണ്ടത്തെ പഴയ ആൾക്കാർക്കറിയില്ല, നാട്ടിൽ കോഴി വളർത്തും അല്ലേ, വീട്ടിൽ കോഴി
വൈകുന്നേരം അദ്ദേഹം കോഴി അമ്മച്ചി പറഞ്ഞിട്ട് മക്കളെല്ലാം കൂടി കോഴിയെ ഓടിച്ച് കൂട്ടിക്കയറ്റും. ചില കോഴികൾ അധികം ഇല്ല, 1 2 ചിലപ്പം അത് കൂട്ടിക്കയറാതെ ഏതെങ്കിലും മരത്തിൻ്റെ കമ്പേ കയറിയിരിക്കും. കുറേ ഓടിക്കും. അതാ ഈ മരത്തിന് അങ്ങോട്ട് പോകും, അങ്ങോട്ട് ഇങ്ങോട്ട് പോകും, ഇങ്ങനെ പോകും. അപ്പോൾ അപ്പച്ചനോ അല്ലെങ്കിൽ അമ്മച്ചി പറയും, അവനെ ഒന്നും കൊന്നു എന്നാൽ തിന്നാം, അല്ലെങ്കിൽ പാക്കാൻ കൊണ്ടുപോകും എന്ന് പറയും ഇല്ലേ. ഇത് സംഭവിക്കുകയും ചെയ്യും. ഒറ്റപ്പെട്ടു പോയാൽ, കൂട്ടമിട്ട് പോയാൽ അത് അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു പക്ഷേ ആ കൂട്ടമിട്ട് പോകുന്നത് അറിയില്ല. നമ്മളത് മനസ്സിലാക്കി അവരെ നമ്മോട് ചേർത്ത് നിർത്തണം. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം ഈശോ പറഞ്ഞില്ലേ, നീ എന്നെ ഏൽപ്പിച്ചാലും അവരിൽ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുന്നില്ല, ഈശോ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകതയും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്. അപ്പോൾ ഐക്യത്തിൽ വളരുക. അതുപോലെ തന്നെ മ്യൂച്വൽ ലവ്, കൺസേൺ, അക്സെപ്റ്റൻസ്, ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ്, ഇതെല്ലാം ഈ കുടുംബ കൂട്ടായ്മ വഴി നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്കിനി എന്തെല്ലാമാണ് ഈ കൂട്ടായ്മ വഴി ചെയ്യാൻ സാധിക്കുന്നത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. We can make all families and individual members in the parish mission, proposed mission, aware the need of കുടുംബ കൂട്ടായ്മ. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ലീഡേഴ്സിന് പോലും ഇതെന്തിനാണ് എന്ന് അറിയത്തില്ലാതെ പോകും. അപ്പോൾ നമുക്ക് അറിയത്തില്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല, അന്ധനെ വഴി നടത്താൻ സാധിക്കില്ലല്ലോ. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് ആദ്യം നമുക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു കൺവിക്ഷൻ ഉണ്ടാകണം. കൂട്ടായ്മയുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ ഇതിൻ്റെ ആവശ്യകത എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ കൂട്ടായ്മയുടെ ലീഡറായി നിൽക്കുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവരെ ഈ കൂട്ടായ്മയിലേക്ക് വരണമെന്ന് ക്ഷണിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാകണം. അതനുസരിച്ച് നമ്മളത് ആ ഒരു എക്സ്പീരിയൻസാണ്, ആ കൺവിക്ഷനാണ് മറ്റുള്ളവരുമായി നമ്മൾ ഇമ്പാർട്ട് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ കൂട്ടായ്മ മോട്ടിവേറ്റ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ് ത്രൂ റെഗുലർ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഈ റെഗുലർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂട്ടായ്മ ലീഡേഴ്സ് നല്ല രീതിയിൽ ഭക്ഷണം വരുമ്പം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ കോണ്ടാക്ട് ചെയ്യാനും അവരുടെ വീടുകൾ സന്ദർശിക്കാൻ എല്ലാം അവസരം ഉണ്ടാകും. നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസിൽ വരുമ്പോൾ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് വളരെ ശക്തമായിട്ട് വരണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. We can encourage those who are not registered their names in the parish. നമുക്കറിയാം പല പാരിഷിലെയും എത്ര രജിസ്ട്രേഷൻ ഉണ്ട്, അവർ ഇടവക മെമ്പറാണോ എന്ന് ചോദിച്ചാൽ കുറേ പേരുണ്ട്, കുറേ പേരില്ല. അച്ഛൻ ഇവരെല്ലാം പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? പ്രാക്ടിക്കൽ നടക്കുമോ? കൈക്കാരന്മാർ നോക്കി നടക്കുമോ? അവരറിയുന്ന ഒരു മേഖലയല്ലല്ലോ. കൂട്ടായ്മക്കാട് അവരുടെ ഏരിയ പറഞ്ഞല്ലോ, 8 10 12 15 ഫാമിലീസിൻ്റെ ഒരു ഏരിയയാണ്, ലിമിറ്റഡ് ഏരിയയാണ്. അവിടെ ആരെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അവരെ പറഞ്ഞ് അവരോട് സംസാരിച്ച് ഫേസ് ടു ഫേസ് ആണേ. അച്ഛനൊരു പക്ഷേ പുൽപ്പിറ്റ് ഒന്നുണ്ടെങ്കിൽ പറയും, അനൗൺസ്മെൻറ്റ് കൊടുത്ത് പറയും, ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയും. അത് കേട്ട് പോവുകയുള്ളൂ. പക്ഷേ ചെയ്യാത്തവരാരാണ് എന്ന് കണ്ടുപിടിച്ച് അവരെ രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ഇടവകയുടെ രജിസ്റ്റർ ആകുന്നില്ല എങ്കിൽ നമ്മൾ ഇടവകയുടെ മെമ്പേഴ്സ് ആകുന്നില്ല. നമുക്ക് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ നമുക്കറിയാമല്ലോ, കാനലോക്കാർക്ക് ഇവിടെ ഉണ്ട്, നമുക്കറിയാമല്ലോ. 6 മാസം കഴിഞ്ഞാൽ ഇടവകയുടെ മെമ്പർ ആയിരിക്കണം ഏതെങ്കിലും ഇടവകയിൽ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഇടവകയിൽ നിന്ന് വിട്ടു പോകുന്ന പുറത്തു വന്നാൽ നമുക്ക് എവിടെയാണോ അവിടുത്തെ ആ ഇടവകയിൽ നമ്മൾ മെമ്പർ ആകണം. ഇല്ലെങ്കിൽ നമുക്കൊരു ആധികാരമായിട്ട് നമുക്കൊരു ലെറ്റർ ഒന്നും ഇഷ്യൂ ചെയ്യാൻ അച്ഛന് സാധിക്കുകയില്ല. നമ്മൾ ചെല്ലും ഓടിച്ചു, അച്ഛാ ഒരു ലെറ്റർ വേണം. അപ്പം ചോദിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന്. കല്യാണത്തിന് അടുത്ത ആഴ്ച കല്യാണമാണ്, എനിക്ക് പോകണം. ചെല്ലാൻ നേരത്തെ ഇടവകയെന്ന് വിളിച്ച് പറഞ്ഞു, ലെറ്റർ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്ത് ലെറ്റർ അച്ഛ? അപ്പോൾ അച്ഛൻ സ്വാധീനം ചെയ്യും, നീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അയ്യോ എന്ത് രജിസ്ട്രേഷനാണ്, ഞാൻ നാട്ടിൽ ഇടവക്കാരനാണല്ലോ. നീ ഇവിടെ എത്ര നാളായി? ഞാൻ 2 വർഷമായി സ്റ്റുഡൻ്റ് ആയിരുന്നു, അതും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞു വരിക. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവൻ സ്റ്റുഡൻ്റ് ആണെങ്കിലും, അല്ല അവനോ അവളോ സ്റ്റുഡൻ്റ് ആണെങ്കിലും, സിംഗിളായിട്ട് വന്നതേ ഉള്ളൂവെങ്കിലും, വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും എല്ലാം അവർ രജിസ്റ്റർ ചെയ്യണം. അത് നിയമമാണല്ലോ. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട, അവരെ കണ്ടുപിടിച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ കൂട്ടായ്മ ലീഡേഴ്സിനുണ്ട്, കൂട്ടായ്മ എല്ലാ അംഗങ്ങൾക്കുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന്
ഈ മടുത്തോ? ചിലർക്ക് വായിക്കോട്ടെ ഉറക്കെ വിടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് തന്നെ തീരുവാണേ. കാരണം നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം പോകുന്ന ഏകദേശം നമുക്ക് 11:30 വരെയല്ലേ ക്ലാസ്? അത് 11 മുക്കാലോ? 12 സോറി, ഇപ്പം 12:15 ഇനി 10 മിനിറ്റ് ഉള്ളൂ. കുറച്ചുകൂടി എടുക്കും കേട്ടോ, 5 മിനിറ്റ് കൂടി എടുക്കും. അപ്പം അങ്ങനെ ഇത് നമ്മളെ കുടുംബ കൂട്ടായ്മയിൽ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഉദാഹരണം ഒരു വീട്ടിൽ ഒരാളുടെ വീസ ക്യാൻസലായി, അല്ലെങ്കിൽ ജോലി പോയി, അതുപോലെ അല്ലെങ്കിൽ ഒരാളുടെ വീട് എന്തെങ്കിലും മരണമുണ്ടായി, ഒരാളുടെ ബന്ധപ്പെട്ട ഒരാളെ രോഗിയെ കിടക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങളെ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ് അച്ഛനെ അറിയിക്കുകയും അവർക്കൂടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും, ഒരു ആളുടെ വീട് ആരെങ്കിലും മരണപ്പെടുകയോ മറ്റോ ചെയ്തെങ്കിൽ മറ്റുള്ള ഇപ്പോൾ ഒരാൾ ഫ്യൂണറൽ വേണ്ടി നാട്ടിൽ പോയി മറ്റേ ആൾക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പിള്ളേരും ഒരാളും വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഒരുമിച്ച് ചെന്ന് അവിടെ ചെന്ന് പള്ളിയിൽ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിൽ കൂടി ഒന്ന് പ്രാർത്ഥിച്ച് കൊന്തയൊല്ലി പ്രാർത്ഥിച്ച് നമുക്കൊരു മോറൽസ് ആൻഡ് ഫിസിക്കൽ സപ്പോർട്ടൊക്കെ അവർക്ക് കൊടുക്കേണ്ട സമയമാണ്. അത് ഇടവക മൊത്തം ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് കൂട്ടായ്മ വഴി നമുക്ക് ചെയ്യാൻ ചെയ്യണം. ഇങ്ങനെ കാര്യങ്ങളെ അച്ഛനെ അറിയിക്കുന്നെങ്കിൽ അച്ഛൻ്റെ അറിയുകയില്ല. അവർ പറയും, ഓ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി വിഷമം ഉണ്ടായിട്ട് അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കിയില്ല, ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല എന്നൊക്കെ പറയും. പക്ഷേ അതിനെന്താ കാരണം? അച്ഛനെ അറിയിക്കേണ്ടവരാരും അറിയിച്ചില്ല. അറിയിക്കേണ്ടവരാണ് നിങ്ങൾ അറിയിക്കേണ്ടത്. അപ്പോൾ ഓരോ കൂട്ടായ്മയിലും ഓരോ കുടുംബത്തിൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങളെ വിഷമത ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അച്ഛനെ അറിയിക്കുകയും അതിനോട് പോസിറ്റീവായിട്ട് നിങ്ങളെല്ലാം അത് സഹകരിക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഇടവക തലത്തിൽ നമുക്ക് ന്യൂസ് ബുള്ളറ്റിൻ ഉണ്ടാകാം, അല്ലെങ്കിൽ രൂപതയിൽ നിന്ന് വരുന്ന പല എന്തെങ്കിലും ഇതുണ്ടാകും. ഇപ്പം നമ്മുടെ ലിവിങ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ധനഹ ബുള്ളറ്റിൻസ് വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നമ്മുടെ കൂട്ടായ്മയിലെ ആൾക്കാർക്ക് ഷെയർ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഇത് ഇയർ ഓഫ് തിയോളജിയാണ്. പൗരസ്ത്യ സഭകളുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ചുള്ള ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സമയമാണ് ഇത്. അതിന് എല്ലാ ആഴ്ചയിലും നമ്മുടെ രൂപതയുടെ ധനഹ ബുള്ളറ്റിൻ വഴി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ കുടുംബ കൂട്ടായ്മ കൂടുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നീ കൂടുന്നുണ്ടോ? എന്നിട്ട് കൂടാവല്ലോ. അപ്പം ഓക്കെ നീ ഉണ്ടടി, അപ്പം ആരോട് ഒരാളാണ് പറഞ്ഞിട്ട് ഒന്ന് കൂട്ട്, ഒരു ഫാമിലി ടീം ഉണ്ടാക്കുക. ഇങ്ങനെയെല്ലാം പരസ്പരം പറഞ്ഞ് നമുക്ക് അവരെ എൻകറേജ് ചെയ്യുവാനും പ്രൊമോട്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു വലിയ വേദിയാണ് കുടുംബ കൂട്ടായ്മ. വെറുതെ നമ്മൾ ഒരുമിച്ച് കൂടി പോകുന്നു എന്ന് മാത്രം പറയാതെ നമുക്ക് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാണ്ട്. അതുപോലെ തന്നെ ഇടവകയിൽ നടക്കേണ്ട പല കാര്യങ്ങളും, അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മ വഴി നടക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, കുടുംബ കൂട്ടായ്മ എന്നൊരു പ്രാർത്ഥന മീറ്റിംഗ് മാത്രമല്ല, പ്രാർത്ഥനയുണ്ട്. നമുക്ക് ആ ഷെഡ്യൂൾ ഒന്ന് കാണാം, അജണ്ട എങ്ങനെയാണ് പോകേണ്ടത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇടവകയിലെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുകയും ആ ചർച്ച വികാരിച്ചിൻ്റെ അടുത്ത് എത്തിക്കുകയും കമ്മിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം കുടുംബ കൂട്ടായ്മ ലീഡേഴ്സാണ് കമ്മിറ്റിയിലേക്ക് വരുന്നത്, പിന്നെ കാണുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഇടവകയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, നമ്മളെല്ലാം വന്ന സൈസ് വളരെ ശിശുക്കളായിരിക്കുന്ന ഇടവകയിലെ മിഷനിലെ അംഗങ്ങളാണ് നമ്മൾ. ചിലതൊക്കെ പ്രപ്പോസ്ഡ് മിഷനാണ്, ഇപ്പോഴും മിഷനായിട്ടില്ല. ഇടവകയായിട്ടുള്ള വളരെ 2-3 പാരിഷകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ നമുക്ക് ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മിഷനെ വളർത്താൻ സാധിക്കുകയുള്ളൂ. അതുവഴി നമ്മുടെ രൂപതയെ വളരാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാമാണല്ലോ രൂപതയെ വളർത്തേണ്ടത്. അപ്പോൾ ഈ കുടുംബ കൂട്ടായ്മ വഴി സജീവമായി നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും, പ്രത്യേകിച്ച് കുർബാനയ്ക്ക് ശേഷം അല്ലെങ്കിൽ കുർബാനയുടെ ഇടയ്ക്കോ ഒക്കെ വികാരിച്ച് കുറേ കാര്യങ്ങൾ പള്ളി അനൗൺസ് ചെയ്യുമല്ലോ, അത് ചെയ്യണം. ഇതെന്തൊക്കെയാണ്, അത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ചർച്ച ചെയ്ത് അത് എന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു മേഖലയാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മ എന്നുള്ളത്. ഏതെങ്കിലും കുടുംബങ്ങളെ, വ്യക്തികളെ ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അകന്ന് പോയിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്ന് തേടി പിടിക്കാനും
അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനും നമുക്കെല്ലാം നമ്മൾ സഹായിക്കേണ്ടതാണ്, കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ കുടുംബ കൂട്ടായ്മകൾ സജീവമാക്കാൻ വേണ്ടി നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ഒരുപാട് ഫോക്കസ് ചെയ്യണം. കുടുംബ കൂട്ടായ്മകളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ യൂത്ത്, അവരെയൊക്കെ വളർത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി എന്ന് ചിന്തിച്ചുകൊണ്ട് പല രീതിയിലുള്ള മത്സരങ്ങളെ, ഇപ്പം നമ്മൾ തിയോളജിക്കൽ ഫാമിലി ടീം ക്വിസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈസ്റ്റേൺ തിയോളജിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ലിറ്ററേച്ചറുടെ ക്വിസ് ഉണ്ടായിരുന്നു. നമ്മുടെ ബൈബിളിൻ്റെ ഓരോ അധ്യായങ്ങളെടുത്ത് കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഒരു ബൈബിൾ ക്വിസ് നടത്താം. മറ്റോരോ പെയിൻറ്റിങ്ങുകളെ അല്ലെങ്കിൽ പാട്ടുകളെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പിള്ളേരെ നമ്മളെ സജീവമാക്കണം. കാരണം പലപ്പോഴും നമ്മുടെ കുടുംബ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കുറച്ച് ചേച്ചിമാരുടെ മാത്രം ഒരു ഗ്യാതറിംഗ് ആയിട്ട് ചിലപ്പോഴൊക്കെ പോകാറുണ്ട്, ചില സ്ഥലങ്ങളൊക്കെ, എല്ലായിടത്തും അല്ല കേട്ടോ. എന്തുകൊണ്ടാണ് വാക്കുകൾക്ക് വലിയ റോളില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. ലാംഗ്വേജ് ബാരിയറാക്കി മാറ്റരുത്. പ്രാർത്ഥനയൊക്കെ ഇംഗ്ലീഷിലും കൂടെ നമ്മൾ കൊന്തേ ചെല്ലുമ്പോൾ ഇംഗ്ലീഷൊക്കെ ചൊല്ലി ആ ബിഡിങ് പ്രേസ് അവരെ കൂടി ചെയ്യിക്കേ. അവരെന്നിട്ട് ഒരു സ്റ്റോറി പറയട്ടെ, അന്നത്തെ ആ വിശുദ്ധൻ്റെ സ്റ്റോറിയെ അവരെ കൂടി പറയിപ്പിക്കട്ടെ. അപ്പം അനുദിന വിശുദ്ധരുണ്ടല്ലോ, അപ്പോൾ ആ വിശുദ്ധരെ കുറിച്ച് അല്ലെങ്കിൽ ആ കുടുംബ കൂട്ടായ്മയുടെ ആ പേട്രൺ സെയിൻറ്റിനെ കുറിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളിൽ നമ്മൾ പരമാവധി ഇൻവോൾവ് ചെയ്യണം. ലെറ്റ് ദം കം ഫോർവേഡ്. അവർക്ക് നമ്മളെപ്പോലെ ഷൈ നേച്ചറൊന്നുമില്ല കേട്ടോ. കുട്ടികൾ വളരെ അവർക്ക് സ്പോണ്ടേനിയസ് ആണ്, ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്, നല്ല വിശ്വാസമുള്ള മക്കളാണ് നമ്മുടെ മക്കളെല്ലാം. അവർ നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതിനുള്ള വേദിയാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മ കാര്യം മറക്കരുത്. ഇതൊക്കെ പറയുമ്പോഴേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. യു നീഡ് ടു അറ്റൻഡ് ദ കുടുംബ കൂട്ടായ്മ റെഗുലർലി വിത്ത് ഡെഡിക്കേഷൻ. ഓൺലി ദെൻ യു ക്യാൻ എക്സ്പീരിയൻസ് ദ ബ്ലെസ്സിങ്സ് ഓഫ് കൂട്ടായ്മ. ഇതിന് നിങ്ങൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങളെ. ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യം. അവിടെ പറയുകയാണ്, സ്നേഹത്തോടെ ജീവിക്കുന്നതിനും, ഓർക്കണേ, സ്നേഹത്തോടെ ജീവിക്കുന്നതിനും. നീ മലയാളം മനസ്സിലായില്ലാത്തവരൊക്കെ വേണ്ടി ഇംഗ്ലീഷും കാണാൻ വേണ്ടിയിട്ടാണ്. സ്നേഹത്തോടെ ജീവിക്കുന്നതും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. കുടുംബ കൂട്ടായ്മ ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും നമ്മളെ മാറിപ്പോകരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമ്മുടെ കുടുംബ കൂട്ടായ്മ അടുത്ത തിങ്കളാഴ്ചയാണെങ്കിൽ മറ്റുള്ള കൂട്ടായ്മയിൽ മറ്റുള്ളവരെ പറഞ്ഞ് ഓർപ്പിക്കുക, ഇത് തിങ്കളാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ചയാണ്, ഇന്ന സമയമാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ചെല്ലും, ഇന്ന് പിള്ളേർക്ക് ഇന്ന് സ്കൂൾ ഹോളിഡേ, എല്ലാവരും വീട്ടിലുണ്ട്, സോ ഐ വാണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് ദം. അങ്ങനെയൊക്കെ പറയുന്ന പിൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കുടുംബ കൂട്ടായ്മയുടെ ആവശ്യകത എന്താണ് എന്ന്. അപ്പോൾ ഈ ലീഡേഴ്സ് ഈ ഭാഗം ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങളെ കൂടെ ഒന്ന് എടുത്ത് വായിച്ച് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഇനി നമ്മുടെ കുടുംബക്കൂട്ടായ്മ പ്രത്യേകത എന്തൊക്കെയാണ്? ഗ്യാതറിങ് അറ്റ് ഹോമാണ്. മറ്റു സ്ഥലങ്ങളിൽ വെച്ചില്ല, കുടുംബ കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മൾ ഈ വീടുകളുടെ എണ്ണം കുറയാൻ കാര്യം ഇതാണ്, നമുക്ക് നമ്മുടെ വീടുകളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അത് ഏതെങ്കിലും കൂട്ടായ്മ ഒരു ഭവനത്തിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അച്ഛന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരാണത് വായിച്ച് അതിനൊക്കെ വ്യാഖ്യാനം നൽകുകയും ചെയ്യുന്നത്. നമ്മൾ ചില ആക്ടിവിറ്റീസും അവിടെ ഉണ്ടാകണം.
നമ്മൾ സഭയോട് ചേർന്നാണ് ഇപ്പോൾ നിൽക്കേണ്ടത്. സഭയുടെ പഠിപ്പിക്കലിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യും, പഠിക്കുകയും എല്ലാം ചെയ്യുന്നത്. നമ്മുടെ വാട്സപ്പിലൂടെ ഇങ്ങനെയൊരു മെസ്സേജ് ഇടും, നമുക്കത് ചർച്ചാ വിഷയമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാടിയിൽ പോകാതെ സഭയോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം ഓർക്കണം. ആരാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ മെമ്പേഴ്സ്? നമ്മുടെ മിഷൻ അതിർത്തിയിലുള്ള എല്ലാ മാമൂസ മുങ്ങിയ വ്യക്തികളും, അതായത് സീറോ മലബാർ സഭയുടെ അംഗങ്ങളെല്ലാവരും നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ മെമ്പേഴ്സാണ്. ഓർക്കണം, അവർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും നമ്മുടെ പിന്നെ റോള് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളവർ രജിസ്റ്റർ ചെയ്യാത്തവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് രജിസ്റ്റർ ചെയ്യണമെന്നല്ലേ. ഇപ്പോൾ ഇവിടെ മെമ്പേഴ്സായിട്ട് വരുന്നത് നമ്മുടെ എല്ലാ സീറോ മലബാർ വിശ്വാസികളും കുടുംബ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഒരു കൂട്ടായ്മ നിന്നും അവർ താമസം മറ്റു സ്ഥലത്ത് മാറിക്കഴിഞ്ഞാൽ അതോടുകൂടി അവിടുത്തെ ആ കൂട്ടായ്മയിലെ അംഗത്വം അവർക്ക് നഷ്ടപ്പെട്ട് പുതിയ കൂട്ടായ്മയിലേക്ക് മാറുകയാണ്. ചിലപ്പോൾ പറയും, ഓ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഇവിടെയായിരുന്നു കേട്ടോ, ഇവിടെ ഞങ്ങൾ മാറിയാലും ഞങ്ങൾ ഇവിടെ തന്നെ പിടിച്ചു നിന്നോട്ടെ എന്ന് ചോദിച്ചു വരും. ഓർക്കണം, കൂട്ടായ്മ, ഇടവക, ഇതൊക്കെ ഈസ് ഗിവൻ ടു അസ് ബൈ ഗാഡ്. നമ്മുടെ ചോയ്സ് അല്ല. നമ്മൾ എവിടെയാണോ അവിടുത്തെ ഒരു കൂട്ടായ്മ ഫോം ചെയ്യുമ്പോൾ നമ്മളായിരുന്നു മെമ്പറായത് തന്നെ. ഇറ്റ് ഇസ് ഗിവൻ ടു അസ്. നമ്മുടെ ചോയ്സ് അല്ല. നമ്മുടെ പേരൻസ് ഗിവൻ ടു അസ് അല്ലേ. ഇതുപോലെയല്ലേ നമ്മുടെ ഇടവക. നമ്മൾ എവിടെയായിരിക്കും അവിടുത്തെ ഇടവക നമ്മൾ മെമ്പറായില്ലേ. സോ അത് നമ്മുടെ കുടുംബ കൂട്ടായ്മയും അതുപോലെ തന്നെ ഇറ്റ്സ് ഗിവൻ ടു അസ് ആണ്. ഈ ഒരു പോസിറ്റീവായിട്ട് എടുക്കണം. അല്ലാതെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് അങ്ങോട്ട് പോക്കോളാം. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഞങ്ങൾ പണ്ട് അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു, അങ്ങോട്ട് പോക്കോട്ടെ ഇങ്ങോട്ട് പോക്കോട്ടെ, ഈ ഒരു ട്രെൻഡ് കുടുംബ കൂട്ടായ്മയെ സജീവമാക്കുകയില്ല എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇതും ഓർക്കുന്നതാണ്. നമുക്ക് ഇടവകയിൽ കുടുംബ കൂട്ടായ്മയുടെ സ്ഥാപനത്തിലെ ചെയർമാനായിട്ട് വരുന്നത് കുടുംബ കൂട്ടായ്മ ഇടവക വികാരിയൽ മിഷൻ ഡയറക്ടർ അല്ലെങ്കിൽ പ്രപ്പോസ് മിഷൻ ഡയറക്ടറാണെന്ന കാര്യം ഓർപ്പിക്കുന്നു. 5 പേരാണ് കുടുംബ കൂട്ടായ്മയുടെ ഭാരവാഹികൾ വരുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ഒരു കുടുംബ കൂട്ടായ്മ, പലപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെയല്ല കേട്ടോ, ചിലപ്പോഴൊക്കെ നമ്മൾ കുടുംബ കൂട്ടായ്മയുടെ ഇലക്ഷൻ വരുന്നു, പിന്നെ അന്ന് അയ്യോ ആരുമില്ല, അത് നീ ആകാവോ, അപ്പോൾ നമ്മളാരും ഞാൻ ആകാമെന്ന് പറയില്ല, എല്ലാം അങ്ങോട്ട് ഇവനാകും ഇവളാകും, അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് അയ്യോ പറ്റില്ല. ഇതാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇത് ഭാരവാഹിത്വമാണ് അല്ലേ. ഒരു 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 ഭാരവാഹിത്വമാണ്, ഭാരവാഹിയാകാണ്. ഭാരവാഹിത്വമാകുന്നത് അത് ഭാരം വഹിക്കുന്നവരാണ്. കത്തോലിക്ക സഭയിലെ എല്ലാ ഭാരവാഹികളും എ സ്പെഷ്യൽ കോൾ ഫ്രം ഗോഡാണ്. ദൈവം വിളിച്ചതാണ്. നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ പറയും, ശരിയാണോ? പലപ്പോഴും നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടല്ലേ. ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു ഓർത്ത് വന്നിരുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ സുഹൃത്ത് കൂട്ടുകാരുണ്ടായിരുന്നു. മോഹനൻ, ഹിന്ദുവാണ്, നായർ കുടുംബത്തിൽ നിന്നുള്ളതാണ് മോഹൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഹൈസ്കൂളിലേക്ക് പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 6-7 മൈലോളം നടക്കണമായിരുന്നു. അപ്പോൾ 1.5 മൈൽ നടക്കുമ്പോഴത്തേക്കും ഇവൻ്റെ വീടുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെയാണ് പോകുന്നത്, വേറെ പിന്നെ സ്കൂളിനടുത്താണ് ബാക്കിയുള്ളവരെല്ലാം, ഇത്രയും ദൂരെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, ഇവൻ്റെ ഫാദറ് ആനക്കാരനാണ്, ആനപ്പാപ്പാൻ അല്ലേ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ വിട്ടു വന്നപ്പോഴേ ആന റോഡ് സൈഡിൽ നിൽപ്പുണ്ട്, പാപ്പാൻ അപ്പുറമുണ്ട്, അതായത് എൻ്റെ മോഹൻ്റെ അച്ഛൻ. അപ്പോൾ ഞങ്ങളീ പോന്നപ്പോഴേ അച്ഛൻ വന്നിട്ട് ഇവനോട് പറയാം, മോഹനോട് പറയാം, ഇതിനെ കൊണ്ടുവെക്കൂ, ഞാൻ പുറകെ വന്നാക്കാമെന്ന് പറഞ്ഞു. ഈ വലിയ കൊമ്പനാന് ഈ 8ാം ക്ലാസ് പഠിക്കുന്നത് 12-13 വയസ്സുള്ള ഈ കൊച്ചിനോട് പറയാണ്, മോഹനോട്, ഞാൻ പേടിച്ചു. ഞാൻ പറയാം, നിൻ്റെ പുസ്തകം തന്നാൽ ഞാൻ പിടിച്ചോളാമെന്ന് പറഞ്ഞു. പുസ്തകവും ചോറ്റും പാത്രമൊക്കെ ഉണ്ടല്ലോ എന്നേ, ഇതെല്ലാം ഞാൻ പിടിച്ച് ഇവൻ നടയാനേ എന്ന് പറഞ്ഞ് ഇവൻ നടത്തിക്കൊണ്ട് പോവുക. അപ്പോൾ അച്ഛൻ അവിടെ കടയിൽ കയറുന്ന സ്ഥാനം മേടിച്ചാൽ കുറേ കഴിച്ചേക്കും, അതായത് കുറേ പോയപ്പോൾ ഒരു ജംഗ്ഷനാണ്, അവിടുന്ന് ഇവൻ ലെഫ്റ്റ് സൈഡിലെ റോഡിലേക്ക് പോകും, ഞാൻ നേരെ മുൻപോട്ട് തന്നെ പോവുകയാണെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, നിൽക്കാനേ എന്ന് പറഞ്ഞു. ആന നിൽക്കുന്നു. ഇവൻ എൻ്റെ ഇന്ന് പുസ്തകം മേടിച്ച് അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു പോയി. ഞാൻ പോയ വഴിക്ക് എല്ലാം പിന്നെ ചിന്തിക്കുമോ, ഓ ഇത്രയും വലിയ ഒരു ജീവി, ഇവനെ ഈ കൊച്ചി മോഹനൻ പയ്യൻ അവൻ കൊണ്ടുപോയപ്പോൾ ഞാൻ ഓർക്കുവാണ്. ഞാൻ പിന്നീട് ആരാണ്ടൊക്കെ ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞേ, ആനയ്ക്ക് അതിൻ്റെ ശക്തി അറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആനയുടെ ചെവി കാരണമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പോഴത്തെ അരിക്കൊമ്പനെക്കുറിച്ചൊന്നുമല്ല കേട്ടോ പറയുന്നത്, അത് പിന്നത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറിപ്പോയി. അപ്പം എൻ്റെ ജീനോളജി എല്ലാം ഉണ്ടായി മാറ്റങ്ങൾ കൊണ്ട് അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ വന്നു പോയതാണ്. അന്നത്തെ കാര്യം ഓർക്കുവാണേ,
ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ കഴിവുകളെ എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. മറ്റു പലരും പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കില്ല. അയ്യോ എനിക്ക് പറ്റില്ല, അയ്യോ എനിക്ക് പറ്റില്ല. തമ്പുരാൻ വിളിച്ചൊരു വിളിയാണ്. ദൈവസ്നേഹം അനുഭവിച്ചവരെ തമ്പുരാൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും വേണ്ടിയുള്ള വലിയ വിളിയാണ് എന്നൊക്കെ നമ്മളിത് മനസ്സിലാക്കണം. അതാണ് നമുക്ക് പറ്റുന്നത്. അതിൻ്റെ ഒന്ന് നോക്കിയേ, ഈ തമ്പുരാൻ കർത്താവ് വിളിച്ച ശിഷ്യന്മാരുടെ കാര്യം നോക്കിയേ, എന്തുമാത്രം ഫരിസേയരുണ്ടായിരുന്നു. അതായത് മോശയുടെ നിയമങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഫരിസേയരെ, സദുക്കായരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോ തൻ്റെ കൂടി ആയിരിക്കാൻ വേണ്ടി, തന്നോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടിയും തൻ്റെ ആ മിഷൻ തുറന്നു പോരാൻ വിളിച്ച ആരെയാ? മീൻ പിടിച്ചു തരുന്ന മുക്കുവപ്പിള്ളേരെ, 8 പൊട്ടും അറിയത്തില്ലാത്തവരെ അല്ലേ? ഈ പത്രോസും കൂട്ടരൊക്കെ. അതിനകത്ത് ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ അറിവ് ശരിയാണെന്ന് നിർബന്ധമില്ല. ഇച്ചിരി എണ്ണാനൊക്കെ അറിയാവുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ചുങ്കക്കാരൻ മത്തായി. ജനങ്ങളുടെ മുമ്പ് അവൻ്റെ സ്ഥാനം എന്താ? ആരെങ്കിലും കണ്ട മിണ്ടുപോയില്ലാത്ത മത്തായി. കാരണം ഈ ടാക്സൊക്കെ മേടിച്ച് എണ്ണാനും കൂട്ടാനൊക്കെ കുറച്ച് അറിയാമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അറിയാലും ഇല്ലെങ്കിലും അവൻ്റെ കണക്കൂട്ടിൽ, ചുങ്കക്കാരുടെ കണക്കൂട്ടിൽ എപ്പോഴും തെറ്റാറ് അല്ലെങ്കിൽ കുറഞ്ഞു പോകാറില്ല, കൂടിയേ ഉള്ളൂ. കാരണം അത് ആ മാധ്യമ ചുങ്കപ്പിരിക്കുള്ളൂ. എന്നിട്ട് ആ മത്തായിയെ പോലും ഈശോ പണസഞ്ചി ഏൽപ്പിച്ചില്ല. ആരെ ഏൽപ്പിച്ചേ? യൂദാസിനെ ഏൽപ്പിച്ച്. നമ്മളിതൊന്ന് ഓർക്കണേ, നമ്മളിലെ കഴിവുകളെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയും. തമ്പുരാൻ വിളിച്ചു കഴിഞ്ഞാൽ, തമ്പുരാൻ്റെ കൂടെയാണെങ്കിൽ തമ്പുരാൻ നമ്മളെ വഴി നടത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതൊരു വലിയ ഉറപ്പാണ്. പിന്നെ എന്തിനാ ഞാൻ അയ്യോ പറ്റില്ല, അയ്യോ എനിക്ക് ജോലിയാണ്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, ഇതില്ലാത്തൊരാരാ ഉള്ളത്? അല്ലേ? എല്ലാവരും ജോലിക്ക് വേണ്ടി വന്നവരല്ലേ ഇവിടെയുള്ളത്? പക്ഷെ നമുക്ക് മാത്രം ഓരോ എക്സിസ്റ്റ്. സോ ഭാരവാഹിത്വം അത് വിളിയാണ്, ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യമാണ് എന്ന ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പിന്നെ നമുക്കറിയാം, ഈ ഇലക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ലീഡേഴ്സ്, പ്രസിഡന്റുമാരാണ് നമ്മുടെ പാരിഷ് കൗൺസിലേക്ക് വരുന്നത്. അഭിയന്ത പിതാവ് എന്നെക്കുറിച്ച് ഒരു സർക്കിൾ ഇറക്കിയിരുന്നു. നമ്മൾ സർക്കിൾ ഇതായിരുന്നു, നമ്മൾ ഒരു ഇലക്ഷൻ നടക്കുന്നതും അല്ലെങ്കിൽ ചാർജൊക്കെ ഒരു ടീം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ 2025 ഏപ്രിലോടുകൂടി പുതിയ ടീം വരുന്നു. പിന്നെ 2 വർഷം വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിന് മുമ്പ് നടത്തിയിട്ടുള്ളത് ഒന്നെങ്കിൽ സമയം അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഒരു യൂണിഫോമിറ്റി നമ്മുടെ രൂപത ഉണ്ടാകാൻ വേണ്ടിയാണ്. പുതുതായിട്ട് തന്നെ കമ്മിറ്റിയും കൈക്കാരും എല്ലാം വരുന്നത് അനുസരിച്ച് അതിനെക്കുറിച്ച് പിതാവ് ഒന്നുകൂടെ ഇത് പിന്നീട് സർക്കിൾ ഇറക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ടീമിൻ്റെ കാലാവധി 2 വർഷമാണ്. ഒരിക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മയുടെ നേതാവായി കഴിഞ്ഞാൽ, ഞാൻ മാറിക്കഴിഞ്ഞാൽ ലോകാവസാനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അത് പിടിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതുപോലെ കഴിവുള്ളവർ എത്രയോ പേരുണ്ട്. നമുക്ക് അവരെയും കൂടെ ഏൽപ്പിക്കണ്ടേ? എല്ലാവരും വളരണ്ടേ? എല്ലാവരും ഈ ഭാരം ചുമക്കണ്ടേ? എല്ലാവർക്കും കർത്താവ് നാമത്തിൽ ശുശ്രൂഷയുള്ള അവസരം കൊടുക്കണ്ടേ? സോ അതുകൊണ്ട് നമ്മൾ ടേം വരുന്നത് 2 വർഷത്തേക്കാണെന്ന കാര്യം ഓർപ്പിക്കുന്നു. ഞാനത് മുഴുവൻ പറഞ്ഞെന്ന് തോന്നുന്നു. പ്രസിഡൻറ്റിൻ്റെ റോള് എന്താണെന്ന് വെച്ചാൽ, കുടുംബ കൂട്ടായ്മ നമ്മളെ ഓർഗനൈസ് ചെയ്യുക, കുടുംബ കൂട്ടായ്മകൾ എവിടെയാണെന്ന് നേരത്തെ പ്ലാൻ ചെയ്യുക, അതിൻ്റെ റോട്ട ഉണ്ടാക്കുക, അവരെ അറിയിക്കുക, അതിൻ്റെ വ്യവസ്ഥ എല്ലാം ചെയ്യുക, അച്ഛനെ അറിയിക്കുക, അച്ഛനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇന്ന സ്ഥലത്താണ് എന്ന് ഈ കുടുംബ കൂട്ടാൻ നടക്കുന്ന കാര്യമായിരുന്നു. അപ്പം പ്രസിഡൻറ്റിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ഉത്തരവാദിത്തം വൈസ് പ്രസിഡൻ്റാണ്. ഇനി കുടുംബ കൂട്ടായ്മയുടെ സമയത്തുള്ള ആക്ടിവിറ്റീസ് എല്ലാം റിപ്പോർട്ട് എടുക്കേണ്ട ഉത്തരവാദിത്തമാണ് സെക്രട്ടറിക്കുള്ളത്. അതോടൊപ്പം തന്നെ കുടുംബ കൂട്ടായ്മ യൂണിറ്റ് ഗ്രൂപ്പിലെല്ലാം അതിൻ്റെ മെസ്സേജ് കൊടുത്ത് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളത്. ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം സെക്രട്ടറിയുടെ അഭാവത്തിൽ സെക്രട്ടറി ദൗത്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പൈസ സൂക്ഷിക്കാൻ ഒരാൾ വേണ്ടി കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടൂർ അടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ഓരോരോ കാര്യങ്ങൾ വരും. അതായത് നമ്മുടെ കുട്ടികളുടെ മാത്രമല്ല, എല്ലാവരും ബർത്ത്ഡേ വരാം, വെഡിങ് ആനിവേഴ്സറി വരാം, ജൂബിലിയറിയൻസ് ഉണ്ടാകാം. അവരൊന്ന് ഫെലിസിറ്റേറ്റ് ചെയ്യുക, വിഷ് ചെയ്യുക, ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പൂവൊക്കെ മേടിച്ചു കൊടുത്ത് അവരെ അനുമോദിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതെല്ലാം പള്ളിയിലേക്ക് അച്ഛനെ കൊടുക്കേണ്ട പണമല്ല, ആ കുടുംബ കൂട്ടായ്മയുടെ നടത്തിപ്പിന് വേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാനും അത് സൂക്ഷിക്കുവാനും എൻ്റെ അക്കൗണ്ട് സൂക്ഷിക്കാനും എല്ലാം ഉള്ള ഉത്തരവാദിത്തമാണ് ഈ ട്രഷറർക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ 5 പേരാണ് കുടുംബ കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കുക. പ്രസിഡന്റ് പാരിഷ് കൗൺസിലേക്ക് വരണമെന്ന കാര്യം ഓർപ്പിക്കുകയാണ്.
എല്ലാ കുടുംബ കൂട്ടായ്മയും മാസത്തിൽ ഒന്നെങ്കിലും കൂടിയിരിക്കണം. മാസത്തിൽ ഒന്നെങ്കിലും കുടുംബ കൂട്ടായ്മ കൂടിയിരിക്കണം. പിന്നെ കുടുംബ കൂട്ടായ്മയ്ക്ക് ഒരു പേര് കൊടുക്കണം. അത് വിശുദ്ധൻ്റെ പേരാണ് ഏറ്റവും നല്ലത്. ആ വിശുദ്ധൻ്റെ പേരാണെങ്കിൽ ആ വിശുദ്ധൻ്റെ ഒരു രൂപം, ഒരു സ്റ്റാച്യു കൂടെ മേടിച്ച് വെക്കണം. അത് കുടുംബ കൂട്ടായ്മ നടക്കുന്ന സമയത്ത് ആ സ്റ്റാച്യു വെച്ചാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നത്. അതിന് ശേഷം അടുത്ത കുടുംബ കൂട്ടായ്മയിലേക്ക് അടുത്ത മാസം എവിടെയാണോ അവർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലെങ്കിൽ അവിടുന്ന് ഇതിന് ശേഷം ആ രൂപം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അവരെ ഏൽപ്പിച്ച് കൊടുത്താൽ അവർ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കട്ടെ. ആ രൂപം ഉദാഹരണത്തിന് സെൻറ്റ് ജോസഫ് യൂണിറ്റാണ്. ആ യേശുപിതാവിൻ്റെ രൂപം ഇരിക്കുന്നത് കാണുമ്പം ആ വീട്ടുകാർ ഓർക്കണം, യെസ്, ഈ മാസത്തെ കുടുംബ കൂട്ടായ്മ എൻ്റെ വീട്ടിൽ വെച്ചാണ്. അതിന് ആത്മീയമായിട്ടും അവർക്ക് ഒരുങ്ങാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രകാരം ചെയ്യുക. നമ്മൾ കുടുംബ കൂട്ടായ്മയിൽ നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കറിയാം പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന നിർബന്ധമാണ് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല. കാരണം എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ്? കുടുംബ കൂട്ടായ്മയിലൊക്കെ നമുക്കറിയാം, ഒരു കെട്ടിടം പണിയുമ്പോൾ പല മെറ്റീരിയൽസ് ഉപയോഗിക്കും അല്ലേ? കമ്പി, ഇഷ്ടിക, മെറ്റൽ, ഇതെല്ലാം ഇങ്ങനെ ഉപയോഗിക്കും. പക്ഷേ ഇതിനെല്ലാം ശക്തിപ്പെടുന്നൊരു എലമെൻ്റ് ഉണ്ട് ഇല്ലേ? സിമൻറ്റ്. അതല്ലേ ശക്തിപ്പെടുന്നത്? നമ്മുടെ കൂട്ടായ്മയിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് അതെല്ലാം ശക്തിപ്പെടുന്ന, പരസ്പരം ശക്തിപ്പെടുന്ന വലിയ ഒരു എലമെൻ്റാണ് പ്രെയർ. അപ്പം പ്രെയർ നിർബന്ധമായിട്ടും നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കണം. ആ കുടുംബ കൂട്ടായ്മ നമ്മുടെ രൂപതയിലെ കുടുംബ കൂട്ടായ്മയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പുസ്തകം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ പലർക്കും കിട്ടി. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിന് ശേഷം അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മളെ പ്രിൻ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. പലരും പണക്കാട്ടച്ഛൻ്റെ കയ്യിൽ പണ്ട് എന്നെ നമ്പർ കൊടുത്തായിരുന്നു. ദയവായിട്ട് അവരും മേടിച്ചുകൊണ്ട് പോകണം എന്നറിയിക്കുന്നത്. കാരണം നമുക്കിവിടുന്ന് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൊറിയർ അയക്കാനൊന്നും സൗകര്യം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് അതിനുള്ള വ്യവസ്ഥയോട് ഇവിടെ നമ്മൾ പുസ്തകം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പിയുടെ വിലയും നാം പറഞ്ഞതായിരുന്നു. 85 പെൻസാണ് ഒരു കോപ്പിയുടെ വില എന്ന കാര്യം. അപ്പോൾ നമ്മൾ ഈ പുസ്തകം ഇതിൻ്റെ കൃത്യമായിട്ടുമുണ്ട്. ഇതിൻ്റെ കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള വേഷനുണ്ട്, മലയാളമുണ്ട്. അത് നമുക്ക് നീളം കൂടുതലാണെന്ന് തോന്നി നിങ്ങൾക്ക് ഷോർട്ടൻ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയുടെ ലിറ്റർജിക്കൽ പ്രേയേഴ്സിൻ്റെ ആരംഭമാണ് തുടങ്ങുന്നത്. അച്ഛനുകൾ ദൈവത്തിന് സ്തുതി പ്രാർത്ഥനയോട് തുടങ്ങുന്നു. അതുപോലെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സമാധാനം മേടിച്ച് നമ്മൾ പങ്കുവെച്ചാണ്, അല്ലെങ്കിൽ ലീഡറിൻ്റെ കയ്യിൽ നിന്ന് സമാധാനം മേടിച്ച് പങ്കുവെച്ചാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ എല്ലാം ലിറ്റർജിക്കൽ പ്രേയേഴ്സിൻ്റെ ആരംഭത്തോട് ചേർന്ന് പിന്നെ ജപമാല അർപ്പിച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ബൈബിൾ വായിക്കാനുള്ള അവസരമുണ്ട്. അച്ഛനാണ് ഇത് ചെയ്യേണ്ടെന്ന കാര്യം ഓർപ്പിക്കുകയാണ്. കുട്ടികൾക്ക് നമ്മൾ അവർക്ക് എന്തെങ്കിലും പരിപാടികൾ നടത്താൻ വേണ്ടിയുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യണം. ഇതിന് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. നമുക്ക് എവിടെയാണ് കുടുംബ കൂട്ടായ്മ? നമ്മളിപ്പോൾ സപ്പോസ് പറഞ്ഞ സെൻറ്റ് ജോസഫ് യൂണിറ്റ് ആണെങ്കിൽ എല്ലാ മാസവും ഏത് ദിവസമാണ് നേരത്തെ നമ്മൾ തീരുമാനിക്കുക. അത് ആ കൂട്ടായ്മയുടെ സമയത്ത് തന്നെ തീരുമാനിക്കുക. സമയം അതാണ്. വീക്കെൻഡ്സിലേക്ക് പോകരുത്. ശനി ഞായർ നിങ്ങൾ ഫ്രീ ആണ്, പക്ഷേ അച്ഛന്മാർ ഫ്രീ ആകുകയില്ല. അതുകൊണ്ട് വീക്ക് ഡേയ്സ് എന്തെങ്കിലും പിന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു ഫ്രീ ആക്കുമ്പോൾ വെക്കാമല്ലോ. മാസത്തിൽ ഒന്നല്ലേ ഉള്ളൂ. മാസത്തിൽ ഒന്നേ ഉള്ളൂ കുടുംബ കൂട്ടായ്മ. ആ ഒരു ദിവസം നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുമല്ലോ. ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് സമയം കിട്ടുകയില്ല. സോ അതുകൊണ്ട് ഒരു റോട്ട ഉണ്ടാക്കി നമ്മളത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രസിഡൻ്റ് നമ്മൾ ഗ്രൂപ്പിലൊക്കെ അല്ലെങ്കിൽ സെക്രട്ടറി ഗ്രൂപ്പിലൊക്കെ അറിയിക്കുന്നു. പക്ഷേ എവിടെ വെച്ച് ഹോസ്റ്റ് ചെയ്യുന്നോ ആ ഹോസ്റ്റിംഗ് ഫാമിലി ആ കൂട്ടായ്മ ഓരോ കുടുംബത്തെയും പേഴ്സണായിട്ടൊന്ന് വിളിച്ചേ. ഇല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ, ഇല്ലെങ്കിൽ വോയിസ് ക്ലിപ്പെങ്കിലും വിട്ടേ. അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണേ. ഒരു പേഴ്സൺ ടച്ച് ഉണ്ടാകണം. അതല്ല എങ്കിൽ ഓക്കെ പ്രസിഡൻ്റ് ഗ്രൂപ്പിട്ട് ഓക്കെ സെൻറ്റ് ജോസഫ് യൂണിറ്റ് ഇന്ന ദിവസം ജോസഫേറിൻ്റെ വീട്ടിൽ വെച്ചാണ് അതങ്ങ് പോവുകയുള്ളൂ. നമുക്ക് ഒരു പേഴ്സൺ ടച്ച് ഉണ്ടാകണം. ഒരു കോർഡിയാലിറ്റി ഡെവലപ്പ് ചെയ്യണ്ടേ. ആ മ്യൂച്വൽ കൺസേൺ അതെല്ലാം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുപോലെ കുട്ടികളെ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സമയമായി. ഇനി ഒരൊറ്റ കഥയെ കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ. കഥ കേൾക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഇഷ്ടമല്ലേ? നിങ്ങളുടെ ഓർക്കത്തൊക്കെ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നോക്കട്ടെ.
സോറി, ഞാൻ ഇവിടെ വന്നായിരുന്നല്ലേ. യെസ്, ഇതേ നമ്മൾ ഈ ലീഡേഴ്സിനൊക്കെ ഉണ്ടല്ലോ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒന്നുണ്ട് വിഷയങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണേ. ഇത് വർക്ക് ചെയ്യാലായിരിക്കും, നോക്കട്ടെ. ഷിജു ഒന്ന് സഹായിക്കുന്നേ. നോക്കണ്ടോ? Yes. When the going gets tough. See, 2-3 items ഉണ്ട്. Carrot, egg and coffee bean. ഓക്കെ, നമ്മളൊരു ലഞ്ചിന് പോകുന്ന മുമ്പായിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ചൂടാക്കുവാണ്. 3 പോട്ടിനകത്ത് വെള്ളം ചൂടാക്കുവാണ്, ബോയിൽ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന ആദ്യത്തിനകത്ത് നമ്മൾ ക്യാരറ്റ് ഇട്ടു, രണ്ടാമത്തെ പോട്ടിനകത്തേക്ക് നമ്മൾ എഗ് ഇട്ടു, മൂന്നാമത്തെ ഇതിനകത്തേക്ക് യെസ് കോഫി പൗഡറാണ്. അത് ആ കോഫി ബീൻസ് പൊടിച്ച പൗഡറായിരുന്നു കേട്ടോ, ഇൻസ്റ്റൻ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറച്ച് സമയം ഒന്ന് ബോയിൽ ചെയ്യുവാണ്, 50 മിനിറ്റ്സ്. പക്ഷെ നമുക്കതിന് സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ബോയിൽ ചെയ്ത വെള്ളമായിരുന്നു, അതുകൊണ്ട് സോ നമ്മൾ എടുക്കുകയാണ്. ഇനി ലെറ്റ്സ് സീ, നമ്മൾ ഇനിയിപ്പോൾ ഇതിന് ഓരോന്നിനും പുറത്തെടുക്കാൻ പോവാണേ. ക്യാരറ്റ്സ് വെൻ ഇൻ ഹാർഡ്, വളരെ ക്യാരറ്റ് അറിയാമല്ലോ അല്ലേ, അത് ബോയിൽ ചെയ്തതിൻ്റെ അതിൻ്റെ നേച്ചർ എന്താകും, സോഫ്റ്റായി അല്ലേ. എന്തോ എഗ്ഗ് അതിൻ്റെ ഉള്ളാണ് കേട്ടോ, മുട്ട തോടിനെ കുറിച്ചല്ല പറഞ്ഞേ. സോഫ്റ്റായിരുന്നു, ബോയിൽ ചെയ്തപ്പം ഹാർഡായി. കോഫി പൗഡറോ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, സോ ഡിസപ്പിയർ ചെയ്തു. ബട്ട് ദ വാട്ടർ ഹാസ് ദ കളർ ആൻഡ് ദ വണ്ടർഫുൾ സ്മെൽ ഓഫ് കോഫി. നൗ തിങ്ക് അബൌട്ട് അവർ ലൈഫ്. നമ്മളിപ്പം കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ് അല്ലെങ്കിൽ ഇടവക കൈക്കാരന്മാരിങ്ങനെ ഓരോരോ റോളിരിക്കുന്നതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ പോകുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ്? ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് ഈസി, നോ. ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് കംഫർട്ടബിൾ. സംടൈംസ് ലൈഫ് ഈസ് വെരി ഹാർഡ്. ലൈഫ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, പ്രധാനമായിട്ടും. തിങ്സ് ഡോണ്ട് ഹാപ്പൻ ലൈക്ക് വി വിഷ്. എന്നെ കുടുംബക്കൂട്ടുമ്പോൾ പ്രസൻ്റ് ആയിട്ട് തരുന്നപ്പോൾ എനിക്കൊരുപാട് ചിന്തകളുണ്ടായിരുന്നു, എനിക്കൊരുപാട് കാര്യം ചെയ്യണം. ഇപ്പം കൂട്ടായ്മയ്ക്ക് വരാത്തവരെല്ലാം ഞാൻ കൊണ്ടുവരും. യെസ് 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 യെസ്. അപ്പോൾ പക്ഷേ കുറേ കഴിയുമ്പോൾ ആൾക്കാർ ഞാൻ ഉദ്ദേശിച്ച മാതിരി റെസ്പോൺസ് എന്നറിയുമ്പം ഒന്ന് തംസപ്പ് വെക്കാൻ പറഞ്ഞിട്ട് പോലും ചിലർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ പീപ്പിൾ ഡോണ്ട് ട്രീറ്റ് അസ് ലൈക്ക് വി ഹോപ്പ്. വി വർക്ക് വെരി ഹാർഡ് ബട്ട് ഗെറ്റ് ഫ്യൂ റിസൾട്ട്സ്. വാട്ട് ഹാപ്പൻസ് വെൻ വി ഫേസ് ഡിഫിക്കൽട്ടീസ്? ഡിയർ ലീഡേഴ്സ്, നിങ്ങളെല്ലാം നേതാക്കന്മാരാണല്ലോ. ഇനി ഈ ചോദ്യങ്ങളെല്ലാം നമ്മോട് തന്നെ ചോദിക്കുന്നതാണ്. തിങ്ക് അബൌട്ട് ദ പോട്ട്സ്.
Boiling water is like the problems of life. Okay? Boiling water is the problems of life. We can be like carrots. We go in tough and strong. എല്ലാം ഇപ്പം ശരിയാക്കും. പഴയ കൈക്കാരന്മാരുടെ സമയത്ത് ആൾക്കാർ പള്ളിയിൽ വരുന്നില്ലായിരുന്നു. ഇപ്പം എല്ലാം ഞാൻ ശരിയാക്കും. പഴയ ലീഡേഴ്സ് സമയത്ത് ഒന്നും നടക്കുന്നില്ല. ഇപ്പം എല്ലാം ശരിയാക്കും. വി ഗോ ഇൻ ടഫ് ആൻഡ് സ്ട്രോങ്. കം ഔട്ട് സോഫ്റ്റ് ആൻഡ് വീക്ക്. മടുത്തു. പറയാം, അച്ഛാ എന്നെ ഇത് മാറ്റിത്തരാവോ? മടുത്തു. അപ്പം നീ ചാർജ് എടുത്തിരുന്നത് 3 മാസം മടുത്തു. വേറെ ആരെങ്കിലും ഏൽപ്പിയില്ലേ? എത്രയോ പേര് ഇവിടെ ഉണ്ട്. മടുത്തു. വി വെന്റ് ആസ് എ വെരി സ്ട്രോങ് ബട്ട് came out soft and weak. We get very tired. We lose hope. We give up. There's no more fighting spirit. Dear friends, don't be like the carrots. Okay, don't be like the carrots. നമ്മൾ തന്നെ ഇത് കീപ്പപ്പ് ചെയ്യേണ്ടതാണ് ഈ സ്റ്റോറി കേട്ടോ. ആസ്ക് അവർ സെൽസ്. Then let's come back to the second one. We can be like the egg. Start with soft and sensitive in heart. എല്ലാവരും വളരെ കോടിയിലായിട്ട് ഒരാരും പിണക്കാതെ ആർക്കും ഒരു ഉപദ്രവം വരുത്താതെ വളരെ വളരെ നന്നായിട്ട് ആദ്യത്തെ കൂട്ടായ്മ എൻ്റെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, അന്ന് എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയും കൊടുത്ത് നല്ല പാൽപ്പായസം വെച്ച് കൊടുത്ത് എല്ലാം സോഫ്റ്റായിട്ട് എല്ലാവരും അടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. പക്ഷേ എൻ്റെ വെരി ഹാർഡ് ആൻഡ് ഫീലിംഗ്, ഇത്രയെല്ലാം ചെയ്തിട്ടും ഇവർക്ക് വേണ്ടി ചെയ്തിട്ട് ഒരു റെസ്പോൺസും ഇല്ലല്ലോ എന്നൊരു ഫീലിങ്ങിലേക്ക് വരികയാണ്. വി ഹേറ്റ് അതേഴ്സ്. ഇത്രയെല്ലാം ചെയ്തിട്ട്, ഇത്രയെല്ലാം ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്തിട്ട്, ഇത്രയെല്ലാം സമയം കളഞ്ഞില്ലേ, ഇത്രയൊക്കെ ഞാൻ പൈസ മുടക്കിയില്ലേ, എന്നിട്ട് എന്ത്? വി ഹേറ്റ് അതേഴ്സ്. വി ഡോണ്ട് ലൈക്ക് അവർ സെൽസ്. വി ബിക്കം ഹാർഡ് ഹാർട്ടഡ്. ദർ ഇസ് നോ വാം ഫീലിംഗ്, ഓൺലി ബിറ്റർനെസ്. ഡിയർ ഫ്രണ്ട്സ്, don't be like the eggs. Don't be like the eggs. Now, let us see. We can be like the coffee beans. The water does not change the coffee powder. Remember? The water does not change the coffee powder. But the coffee powder changes the water. The water has become different because of the coffee powder. See it. Smell it. Drink it. The hotter the water, the better the taste. The hotter the water, the better the taste. We can be like the coffee beans. The difficulties we face add flavor to life. We learn new things. We have new knowledge, new skills, new abilities. എവിടെയെല്ലാം എനിക്ക് കുറവുകൾ പറ്റി എന്ന് മനസ്സിലാക്കി നല്ല റെക്ടിഫൈ ചെയ്തോട്ട് വി ക്യാൻ ബി മോർ സ്ട്രെങ്തൻഡ്, മോർ എന്തൂസിയാസ്റ്റിക്. വി ഗ്രോ ഇൻ എക്സ്പീരിയൻസ്, മേക്ക് ദ വേൾഡ് അറൗണ്ട് us better. To succeed, we must try and try and try again. We must believe in what we are doing. We must not give up. We must be patient. We must keep pushing difficulties, problems. It will take place in our life. Okay, push to one side. Face it strongly because our Lord is with us. He has called us. He has entrusted the responsibility which is given to me. So believe, trust in God and push all the difficulties. Face it strongly because we are called by our Lord. The problems and difficulties give us the chance to become stronger and better and tougher. What we like when things do not go well? Are we like the carrot? The coffee bean? Okay. Now, നമുക്കിനി നമ്മൾ കുറച്ച് ഗ്രൂപ്പിൽ അവിടെ തിരിക്കാൻ പോവാണ് കേട്ടോ.
ബേസിക്കാൻ തുടങ്ങിയോ? ഇത് കൂടെ കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നമ്മളവിടെ തന്നെ പിന്നെ ലഞ്ചിലേക്ക് പോവുകയാണ്. പോരെ? ആ, നമുക്ക് എത്ര മിനിറ്റ് ഡിസ്കഷൻ ഉള്ളത്? ഓക്കെ, നമ്മളെ പ്ലീസ് എല്ലാ മെമ്പേഴ്സും നമ്മളെ 1 to 3 അങ്ങനെ 15 വരെ നമ്മൾ നമ്പർ എടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ 15 ഗ്രൂപ്പ്സ് ആകുവാണേ. നമുക്ക് ഇവിടുന്ന് ആരംഭിക്കാം. നമ്പർ അച്ഛന്മാരെ നമുക്ക് എല്ലാത്തിനും വിടാം അല്ലേ? അച്ഛന്മാരെ അത് വേണം.